സഹല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേൺ വിത്ത് മീ. കഴിഞ്ഞ ചാപ്റ്റർ ആയിട്ടുള്ള അല്ലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു നോക്കിയിരുന്നു. അതിലെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്തു അതിൽ നമ്മൾ നോക്കിയിരുന്നു. മൊണിയർ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് പേരെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ജേണിയിൽ പ്രോട്ടിസ്റ്റയുടെ ജേണിയിൽ നമ്മൾ എന്ത് ചെയ്യും പരിചയപ്പെടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ അവരെന്ത് ചെയ്യും മറക്കില്ല. കാരണം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുള്ളവരാണ്. അത്രയും നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാണ് ഒരു പീക്കിൽ നിർത്തിയിട്ട് വേഗം തന്നെ ഞാൻ എന്താണ് പ്രോട്ടിസ്റ്റ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ പ്രോട്ടിസ്റ്റയിലുള്ള 5 ആൾക്കാരെയാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ആളെന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സ് ആണ്. ഓക്കെ, ആദ്യത്തെ ആളാണ് ക്രൈസോഫൈറ്റ്സ് ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഡൈനോഫ്ലജലേറ്റ് ആണ്. മൂന്നാമത്തേത് യുഗേനോയിഡ്, ഫ്ലൈമോൾഡ് ആൻഡ് പ്രോട്ടോസോവ. ഇവർ 5 പേരുമാണ് നമ്മൾ ഈ ഒരു കിങ്ഡത്തില് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ. ഒന്നുകൂടെ പ്രോട്ടിസ്റ്റ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ഇവരെ പിടിച്ചിട്ടിരിക്കുന്നത് എവിടെയാണ്? യൂക്യാരിയോട്ടുകളുടെ ഗ്രൂപ്പിലാണ് നമ്മളെ ആരെ പിടിച്ചിട്ടത്? നമ്മുടെ പ്രോട്ടിസ്റ്റിനെ പിടിച്ചിട്ടത്. അപ്പൊ ഇവരെല്ലാവരും എന്താണ് യൂക്യാരിയോട്സുകളാണ്. അതുപോലെ തന്നെ ഇവരെന്താണ് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ കല്യാണരാമൻ സിനിമയില് നമ്മുടെ സലീംകുമാർ പറയുന്ന പോലെ യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടിസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ആയിട്ട് ഒരു ലിങ്ക്, ആനിമൽസ് ആയിട്ട് ഒരു ലിങ്ക്, ഫംഗസ് ആയിട്ട് ഒരു ലിങ്ക്. അപ്പൊ ഇയാൾ എന്താണ് ലിങ്ക് കാണിക്കുന്നുണ്ട്. ആരൊക്കെ ആയിട്ടാണ് ലിങ്ക്? ഇവര് 3 പേരുമായിട്ട് എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ലിങ്ക് കാണിക്കുന്നുണ്ട്. എന്താണ് ആ ലിങ്ക് എന്നുള്ളത് നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാകും. ഇനി ആനിമൽസുമായിട്ടുള്ള ഒരു ആദ്യത്തെ ലിങ്ക് ഞാൻ പറയുകയാണ്. ആനിമൽസ് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ആനിമൽസ് തന്നെയല്ല, യൂക്യാരിയോട്ടുകൾക്ക് പൊതുവെ നമ്മൾ യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് അവർക്കൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലെ. അത് ഇതുപോലെ തന്നെ എന്താണ് ഇവർക്ക് എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസും പ്രസന്റഡ് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഇവരെന്താണ് ഒന്ന് അടങ്ങിയിരിക്കുന്ന ടീംസ് ഒന്നും അല്ല, ഭയങ്കര ബഗുൽക്കാരാണ് അല്ലെ. ഇവർക്ക് എന്താണ് ലോക്കോമോഷനുള്ള കഴിവുണ്ട്. ലോക്കോമോഷന് വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഉണ്ട്. ഫ്ലജല്ല ഉണ്ട്, സീലിയ ഉണ്ട്. ചിലർക്ക് ഫ്ലജല്ല ആയിരിക്കും, ചിലർക്ക് സീലിയ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഫ്ലജല്ല ഉള്ളവർ നമ്മൾ ഫ്ലജല്ലേറ്റഡ് എന്നും പറയാറുണ്ട്. നമുക്കത് വഴിയെ നമുക്ക് എന്ത് ചെയ്യും അത് മനസ്സിലാവും. ഈ ഫ്ലജല്ല സീലിയ എന്ന് പറയുമ്പോൾ രണ്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോക്കോമോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫ്ലജല്ല സീലിയ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറലിയും കാണാൻ ഏകദേശം സിമിലർ ആണ്. നമ്മുടെ എന്താണ് ഇപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഹെയർ എടുക്കാം അല്ലെ, നമ്മുടെ തലയിലുള്ള ഹെയർ എടുക്കുക എന്താണ് ലോങ് ആണ് അല്ലെ. ലോങ് ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത് ഫ്ലജല്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ മൂക്കിലെ രോമം എന്ന് പറയുന്നത് എന്താണ് വളരെ ചെറുതാണ് അല്ലെ. അതേപോലെ തന്നെയാണ് സീലിയ എന്ന് പറയുന്നത് എന്താണ് വളരെ ചെറിയൊരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണെന്ന് പറയുന്നത് നമ്മുടെ സീലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവരെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയും സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്രൈസോഫൈറ്റ്സുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇവരെന്താണ് എല്ലാവരും അക്വാട്ടിക്കിലുള്ള ആൾക്കാരാണ്. നമ്മുടെ ഈ ഒരു പ്രോട്ടിസ്റ്റുകൾ എല്ലാവരും അക്വാട്ടിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. ഓക്കെ, അപ്പൊ ഈ ക്രൈസോഫൈറ്റ്സ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളിത് കാണാൻ സാധിക്കുന്നത് ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ആരൊക്കെയാണെന്ന്? ഡയാറ്റംസും ഡെസ്മിഡ്സും. ഈ ഡെസ്മിഡ്സ് നമ്മൾ ഗോൾഡൻ ആൽഗെ എന്ന് വിളിക്കും. അതാണ് ബ്രാക്കറ്റ് നമ്മൾ ഗോൾഡൻ ആൽഗെ എന്ന് കൊടുത്തിരിക്കുന്നത്. മെയിൻലി അക്വാട്ടിക് ആണ് നമ്മൾ പറഞ്ഞു. ഇതില് നമ്മുടെ ക്രൈസോഫൈറ്റ്സുകൾ ഫ്രഷ് വാട്ടറിൽ കാണുന്നവരുണ്ട്, മറൈനിൽ കാണുന്നവരുണ്ട്. ഇവരെ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് വാട്ടർ കറന്റ്സിൽ ഫ്ലോട്ട് ചെയ്തായിരിക്കും കിടക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഫോട്ടോസിന്തസിന് എന്ത് വേണം? ലൈറ്റ് വേണം. അപ്പൊ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലൈറ്റിന്റെ പെനിട്രേഷൻ എന്തെയും അവിടെ കുറയും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ആവശ്യത്തിനുള്ള ലൈറ്റ് എന്തെയും കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് വാട്ടർ കറന്റ്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അത് മാത്രമല്ല ഇവരെന്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെ മക്കൾക്ക് മനസ്സിലായല്ലോ. ഈ അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡയറ്റമീഷ്യസ് എർത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡയറ്റമീഷ്യസ് എർത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആനിമൽസുമായിട്ടുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? അതിൽ ന്യൂക്ലിയസിന്റെ കാര്യമുണ്ട്. പ്ലാന്റ്സുമായിട്ട് എങ്ങനെയാണ് നോക്കാം. ഇത് രണ്ടുണ്ട്. സെൽ വോൾ പ്രസന്റഡ് ആണ്. 2 സെൽ വോളാണ് ഉള്ളത്. തിൻ ആയിട്ടുള്ള 2
സെൽ വോൾസ് ഇതിന് പ്രസന്റഡ് ആണ്. ഇത് എങ്ങനെയാ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കാണുന്നത്. ഓക്കെ, ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സെൽ വോൾ കാണുന്നത്. അപ്പൊ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു സോപ്പ് ബോക്സിന്റെ ഒരു അപ്പിയറൻസിൽ പോയി ഇത് രണ്ട് സെൽ വോളിനെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സോപ്പ് വെട്ടിയ പോലെ എന്ത് ചെയ്യും, നമുക്ക് ഇതിന്റെ ഒരു അപ്പിയറൻസിൽ നമുക്ക് എന്ത് ചെയ്യും തോന്നും. ഈ സെൽ വോൾ ഫുള്ളും ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കയുടെ ഡെപ്പോസിറ്റുകൾ വെച്ചിട്ടാണ്. ഇതിന്റെ സിലിക്കയുടെ ഡെപ്പോസിറ്റുകൾ ഉണ്ട്. ഈ സിലിക്കൺ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റില്ല. എന്തൊക്കെ ചെയ്താലും ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റില്ല. ഇവര് കാലക്രമേണ ഇങ്ങനെ എന്താ ഈ ഒരു സിലിക്കൺ ഡെപ്പോസിറ്റ് ഇങ്ങനെ വന്ന് 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 ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ്, എത്രയാണ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇരുന്നിട്ട് ഇവര് ഫോം ചെയ്യുന്ന ഒരു ഫോം അല്ലെങ്കിൽ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്, ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. എന്താണ്, ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇരുന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറ്റമേഷ്യസ് എന്നാണ് എർത്ത് ആയിട്ട് മാറുന്നത്. ഡയറ്റമേഷ്യസ് എർത്ത് പറയുമ്പോൾ ഒരു ഈ സാൻഡൊക്കെ പോലത്തെ ഒരു ഇതാണ്, ഗിറിട്ടി ആണ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. നമുക്ക് പോളിഷിങ്ങിനും അതേപോലെ തന്നെ ഓയിൽസ് സിറപ്സ് ഒക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവരെന്താണ്, ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ ആണ്. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ ആണ്. അവിടെയും പ്ലാന്റ്സ് ആയിട്ട് ഒരു ലിങ്ക് വന്നു അല്ലെ. നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് അങ്ങനെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് ആരാണ്, പ്ലാന്റ്സ് ആണ്. അവിടെയും ഒരു ലിങ്ക് ഇവിടെ വരുന്നില്ലേ. അപ്പൊ എന്താണ്, ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഓഷ്യനിൽ അഥവാ മറൈനിൽ ഒരു ചീഫ് പ്രൊഡ്യൂസർ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രൈസോഫൈറ്റ്സിനെ പറ്റിയിട്ട് പഠിച്ചത്. ഇനി അടുത്ത ആളെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡൈനോഫ്ലജലേറ്റുകളെ പറ്റിയിട്ടാണ്. ഡൈനോഫ്ലജലേറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് അവരെങ്ങനെയാ കാണാം, മറൈനിലാണ് കാണുന്നത്, ഓഷ്യനിലാണ് നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവര് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റാരും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നമുക്ക് കാണുന്നത് യെല്ലോ കളറിൽ കാണാൻ പറ്റും, ഗ്രീൻ കളറിൽ കാണാൻ പറ്റും, റെഡ് കളറിൽ കാണാൻ പറ്റും, ബ്ലൂ കളറിൽ കാണാൻ പറ്റും. കൊള്ളാലോ, സൂപ്പർ അല്ലേ, അടിപൊളി സംഗതി. എങ്ങനെയാണ് നമുക്ക് ഇവർ ഈ ഒരു കളറിൽ കാണാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഡൈനോഫ്ലജലേറ്റ് ഏത് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് പിഗ്മെന്റ് ആണ് അവരുടെ ബോഡിയിൽ അവരുടെ സെല്ലിൽ പ്രസന്റഡ് ആയിട്ട് ഉള്ളത്, ആ കളറിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത്. ഇനി അവരുടെ സെല്ല് പിഗ്മെന്റ് എന്ന് പറയുന്നത് യെല്ലോ കളറാണ്, യെല്ലോ ഫ്ലജലേറ്റ് ആയിരിക്കും. ഇനി റെഡ് ഫ്ലജലേറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ആ കളർ എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. ഇപ്പൊ സെൽ വോൾ നോക്കുകയാണെങ്കിൽ സെല്ലുലോസ് പ്ലേറ്റുകൾ കൊണ്ടാണ്, സെല്ലുലോസ് പ്ലേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സെൽ വോൾ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ വോൾ എന്ന് പറയുന്നത് സെല്ലുലോസ് പ്ലേറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഇവരുടെ ഫ്ലജെല്ലയെ നമുക്ക് നോക്കാം. ഇവർക്ക് എന്തുണ്ടെന്ന് പറയുന്നു, ഫ്ലജെല്ലയുണ്ട്. രണ്ട് ടൈപ്പ് ഫ്ലജെല്ലയാണ് ഉള്ളത്. ഒന്ന് കാണാൻ പറ്റുന്നത് ലോഞ്ചിറ്റ്യൂഡിനലി ആണ് ഒരു ഫ്ലജെല്ല കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റേ ഫ്ലജെല്ല കാണുന്നത് ട്രാൻസ്വേഴ്സിലി ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മറ്റേ ഫ്ലജെല്ല കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നെന്താണ് ലോഞ്ചിറ്റ്യൂഡിനലി കാണാൻ സാധിക്കുന്നത്, മറ്റൊന്നാണ് ട്രാൻസ്വേഴ്സ് സെല്ലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നിട്ട് ട്രാൻസ്വേഴ്സിലാണ് നമുക്ക് മറ്റൊരു ഫ്ലജെല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് കളർ എന്ന് പറയും. അപ്പൊ റെഡ് ഡൈനോഫ്ലജലേറ്റ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ കളർ എന്താ മക്കളെ, അതിന്റെ കളർ എന്താ മക്കളെ, റെഡ് കളറാണ് അല്ലെ, റെഡ് കളറാണ്. അങ്ങനെ റെഡ് ഡൈനോഫ്ലജലേറ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗോണിയാലെക്സ് എന്ന് പറയുന്ന ആൾ. ആരാണ്, ഗോണിയാലെക്സ് എന്ന് പറയുന്ന ആളാണ്. റെഡ് കളർ ഒരു ഡൈനോഫ്ലജലേറ്റ് ആണ്. അപ്പൊ ഇവർ എന്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യും, റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവർ ഓഷ്യനില് ഇവർ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഓഷ്യൻ കാണുന്നത് എന്ത് കളറിലേക്ക് അപ്പിയർ ചെയ്യുന്നു, റെഡ് കളറിലേക്ക് അപ്പിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്നു റെഡ് ടൈഡ് എന്ന് പറയും. എന്താണ്, റെഡ് ടൈഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവര് റാപ്പിഡ്ലി ഗ്രോ ചെയ്യും. ഇതിന് പെട്ടെന്ന് വളർന്നിട്ട് ആ ഒരു കടലിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു റെഡ് കളർ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ അപ്പിയർ ചെയ്യും. ഒരു ചോര പോലെ നമുക്ക് എന്ത് ചെയ്യും, അപ്പിയർ ചെയ്യുന്ന പോലെ കാണാൻ പറ്റും. വളരെ ഭംഗിയല്ലേ. പക്ഷെ ആ ഒരു ഭംഗിയിലും ആ ഒരു അത്ഭുതത്തിലും ഒരു പ്രശ്നം അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു റെഡ് കളർ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതൊന്നുമല്ല. ഇത് ടോക്സിൻ ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. എന്ത് റിലീസ് ചെയ്യും, ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിൻസ് മൂലം എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കടലിൽ ആരൊക്കെയുണ്ട്, നമ്മുടെ വേറെ എന്താണ് മീനുകളുണ്ട് അല്ലെ, അക്വാട്ടിക് ആയിട്ടുള്ള കുറെ ഓർഗാനിസംസ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യും, അവർക്കൊക്കെ ഇതെന്താണ് ഹാർംഫുൾ ആണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, ആ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് ആയി അല്ലെ, ചോര എന്ന് പറഞ്ഞ അവിടെ കറക്റ്റ് ആയി, അവരെന്താണ് മരിച്ചു പോകണം, അവർക്ക് അത് ഹാർംഫുൾ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം കൂടെ ആർക്കുണ്ട്, നമ്മുടെ ഈ ഒരു
റെഡ് ഡൈനോഫ്ലജലേറ്റ് ആയിട്ടുള്ള ഗോണിയാലിക്സിന് ഉണ്ട്. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യുഗ്ലിനോഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ വേറെ യുഗ്ലിനോഡ്സിലേക്ക് പോകാം. അപ്പൊ യുഗ്ലിനോഡ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫ്രഷ് വാട്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്റ്റാഗ്നന്റ് വാട്ടറിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയുന്നത്? നിശ്ചലമായിട്ട് നിൽക്കുന്ന വെള്ളം. അതിപ്പോ നമ്മുടെ കുളം അഥവാ പോണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന വെള്ളമാണ് നമ്മൾ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയുന്നത്. നിശ്ചലമായിട്ട് നിൽക്കുന്നതിനാണ് സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് സെൽവോൾ ഇല്ല, പകരമുള്ളത് എന്താണ്? പെല്ലിക്കളാണ്. സെൽവോളിന് പകരമായിട്ട് കാണുന്നത് എന്താണ്? പെല്ലിക്കളാണ്. അതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്താണ്, ഒരു ലെയർ ആണ്. സെൽവോളവർക്കില്ല, പകരമുള്ളത് പെല്ലിക്കളാണ്. അതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്ട്രക്ചറിനെ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് ഫ്ലജലുകൾക്ക് പ്രസന്റഡ് ആണ്. ഒരെണ്ണം വലുതാണ്, ലോങ് ആയിട്ടുള്ളതാണ്. മറ്റേതെന്താണ്? ഷോർട്ട് ആയിട്ടുള്ള ഫ്ലജലയാണ് ഇവർക്ക് എന്തിട്ട് പ്രസന്റഡ്. പറയാനാണെങ്കിൽ നമ്മൾ കുറച്ചെന്താണ്, അവസരവാദികളാണ്. എന്താണ്? അവസരവാദികളാണ്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ, സൺലൈറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം, അപ്പൊ ഇവരെന്താണ്? ഫോട്ടോസിന്തറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും. ഫോട്ടോസിന്തസിസ് വഴിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് എടുക്കുന്നത്. എപ്പോ? സൺലൈറ്റ് ഉണ്ടെങ്കിൽ. ഈ സൺലൈറ്റ് ഇല്ല, സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് എന്താണ്? ഇവരെന്താകും? ഹെറ്ററോട്രോഫ് ആയിട്ട് മാറും. സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇവര് ഫോട്ടോസിന്തസിസ്, ഇല്ലെങ്കിൽ ഇവരെന്ത്? ഹെറ്ററോട്രോഫ്. ഹെറ്ററോട്രോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകൽ മാന്യനാണ് ഇവൻ. രാത്രി സമയങ്ങളിൽ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് എന്താണ്? പ്രിഡേറ്റർ ആണ്. പിന്നെന്താണ്? പ്രിഡേറ്റർ ആണ്. ഇവന്റെ കയ്യിൽ കിട്ടുന്നവരൊക്കെ എന്താണ്? പിടിച്ചങ്ങോട്ട് കടിക്കുന്ന തിന്നുന്ന പ്രിഡേറ്റർ ആണ് അല്ലെ. ഇരപിടിക്കുന്ന ഒരാളായിട്ട് ആര് മാറും? നമ്മുടെ യുഗ്ലിനോയിഡ് മാറും. അതുപോലെ തന്നെ ഈ വേറൊരു ലിങ്ക് ഞാൻ പറയാണ്, പ്ലാന്റുമായിട്ട് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിലുള്ള പിഗ്മെന്റ്സ് ഉണ്ടല്ലോ, പ്ലാന്റ്സിലുള്ള എന്താണ്? ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെന്റ്സ്. എന്തിനുള്ള പിഗ്മെന്റ്സ് ആണ്? ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെന്റ്സ് ആർക്ക് പ്രസന്റഡ് ആണ്? നമ്മുടെ ഈ ഒരു യുഗ്ലിനോയിഡ്സിന് പ്രസന്റഡ് ആണ്. ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെന്റ്സ്. അപ്പൊ അവിടെ ഒരു ലിങ്ക് കിട്ടിയില്ലേ? അവിടേക്ക് എന്താണ്? ഒരു ലിങ്കും വന്നു അല്ലെ. ഇവനൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഈ പേര് തന്നെ യുഗ്ലിനോയിഡ്. എന്താണ്? യുഗ്ലീന. എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എന്ത് പറയും? യുഗ്ലീന എന്ന് പറയാം. ഓക്കെ. ഈ കൂട്ടത്തിൽ അടുത്തൊരു വീരൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സ്ലൈമോയിഡ് ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു എന്താണ്? ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞ് വന്നപ്പോ സ്ലൈമോയിഡിന്റെ അടുത്ത് വരുമ്പോ അവരെന്താണ്? സാപ്രോഫൈറ്റ് ആണ്. അവരെന്താണ്? ഹെട്രോട്രോഫ് ആയിട്ട് മാറി അല്ലെ. നമ്മുടെ യുഗ്ലിനോയിഡ് എന്താണ്? സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോസിന്തറ്റിക് ആണ്, അല്ലെങ്കിൽ അവരെന്താണ്? ഹെട്രോട്രോഫ് ആണ്, പ്രിഡേറ്റർ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു അല്ലെ. പ്രിഡേറ്റർ ആണ്. പക്ഷെ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ലൈമോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോട്രോഫ് ആണ്. ഹെട്രോട്രോഫിൽ എന്താണ്? സാപ്രോഫൈറ്റ് ആണ്. അതെന്താണ്? ഡെഡ് ആൻഡ് ഡീകേ മാറ്റീരിയൽസ് ആണ് അല്ലെ. ഡെഡ് ആൻഡ് ഡീകേ ആയിട്ടുള്ള ആൾക്കാരെ സാധനങ്ങൾ എന്തെങ്കിലും ഫുഡ് ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പ്ലാസ്മോഡിയം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ പ്ലാസ്മോഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഇവർക്ക് എന്താണ്? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ലൊരു സുഖസുന്ദരമായിട്ടിരിക്കുന്ന സമയത്ത് ഇവർ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഫേവറബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവരെന്തായിട്ട് മാറുന്നുണ്ട്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നു. ഇനി സാഹചര്യം പ്രതികൂലമാണെന്ന് വിചാരിക്കാം, അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? അൺഫേവറബിൾ ആയ കണ്ടീഷൻ. അൺഫേവറബിൾ ആവുന്ന സമയത്ത് ഇവരെന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് വേറെ രീതിയിലേക്ക് രൂപാന്തരം വരുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇത് എന്തായിട്ട് മാറും? ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് മാറും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളില് ആര് കാണുന്നുണ്ട്? സ്പോറുകൾ കാണുന്നുണ്ട്. ആര് കാണുന്നുണ്ട്? സ്പോറുകൾ കാണുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? ഇവര് സാപ്രോഫൈറ്റ് ആണെന്ന് പറഞ്ഞു. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ സ്ട്രക്ചർ വരെ ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. അൺഫേവറബിൾ ആയിട്ട് വരുമ്പോൾ, അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ എന്തെങ്കിലും അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നുണ്ട്? ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറുന്നുണ്ട്. ഫ്രൂട്ടിംഗ് ബോഡിയിലുള്ള സ്പോർട്സ് പ്രസന്റ് ആണ്. ഈ സ്പോർട്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ട്രൂ ആയിട്ടുള്ള സെൽ വോൾ ഉണ്ട്. അതെന്തുണ്ട്? സെൽ വോൾ പ്രസന്റ് ആണ്. ആ ഹൈലി റെസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്, സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലി എന്താണ്? ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഭയങ്കര ഹീറ്റ് കൊടുക്കുന്നു, പ്രഷർ കൊടുക്കുന്നു, ടെമ്പറേച്ചർ കൊടുക്കുന്നു, കൊല്ലാൻ പറ്റില്ല. നമുക്ക് അവരെ നശിപ്പിക്കാൻ പറ്റില്ല. ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള എന്തായിരിക്കും? സ്പോർ ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഫംഗസുമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ഫംഗസിന്റെ ലിങ്ക് എവിടെയെന്ന് ചോദിച്ച കൂട്ടുകാരോട് ഞാൻ പറയുകയാണ്, ഫംഗസിന്റെ ലിങ്ക് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്പോർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു അൺഫേവറബിൾ കണ്ടീഷനുള്ള ഈ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്നതാണ് ആരുമായിട്ട് ഇവരെ ബന്ധിക്കുന്നത്? ഫംഗസുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഫംഗസ് അടുത്തൊരിക്കലും പങ്കി പഠിക്കുന്നെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഫംഗസുമായിട്ട് ഒരു ബന്ധം വരുന്നത് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. സ്പോറിന്റെ കാര്യം പറയുമ്പോൾ ട്രൂ ആയിട്ടുള്ള സെൽ വോൾ ഉണ്ടെന്ന് പറഞ്ഞു, ഹൈലി റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവർ എന്ത് ചെയ്യുന്നു? ഒരു ഹൈലി റെസിസ്റ്റന്റ് ആണ്. ഈ ഹൈലി റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് വർഷം എന്ത് ചെയ്യും? ഒരു പ്രശ്നവും കൂടാതെ, ഒരു കേടുപാടുകളും ഇല്ലാതെ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? സർവൈവ്. ഒരുപാട് വർഷങ്ങളോളം എന്ത് ചെയ്യും? ഇവരങ്ങനെ സർവൈവ് ചെയ്യും.
അപ്പൊ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതിന്റെ ഉള്ളിലാണ് ആരുള്ളത്, നമ്മുടെ ഈ ഒരു ആരുള്ളത്, സ്ലൈമോൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉള്ളത്. അപ്പൊ ഇവർക്ക് പുറത്ത് വരണം. അപ്പൊ എന്താണ് ഇവരിങ്ങനെ എന്ത് ചെയ്യും, എയർ കറൻസിലൂടെ എന്ത് ചെയ്യും, ഇവരിങ്ങനെ പാസ് ചെയ്ത് പോയി ഓരോ സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നു. ഇരുന്ന് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ഫേവറബിൾ കണ്ടീഷൻ ആയി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്യും അല്ലെ. ജെർമിനേറ്റ് തമ്മിൽ വാക്കുകൾ പ്ലാന്റ്സ് ആണ്, വീണ്ടും പ്ലാന്റിനോട് ഒരു കണക്ഷൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും, നമ്മുടെ സ്ലൈം മോൾഡ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്ലൈം മോൾഡ് ജെർമിനേറ്റ് ചെയ്ത് ഇങ്ങനെ രൂപമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ വന്നിരിക്കുന്നത് ആരാണ്, നമ്മുടെ അവസാനത്തെ ഒരു പുള്ളിക്കാരൻ ആരാണ്, നമ്മുടെ പ്രോട്ടോസോവൻസ് ആണ്. ഈ പ്രോട്ടോസോവൻസിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ 4 ആൾക്കാരാണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താ കിട്ടുന്നുണ്ട്, അവർ എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടിയിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് പഠിക്കുന്നതിന് മുൻപേ ആരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഇത് 4 പേരാണ് ഇതിലുള്ളത്, നമ്മുടെ പ്രോട്ടോസോവനിലുള്ളത്. ആരൊക്കെയാണ്, അമീബോയ്ഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്. എല്ലായിടത്തും ഫ്ലജല്ല എന്ന് പറയുമ്പോൾ സീലി എവിടെയെന്ന് ചോദിച്ച എന്റെ കൂട്ടുകാരോട് സീലി എവിടെ എഴുതിയിട്ടുണ്ടെന്നാണ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് സ്പോറോസോവൻസ് ഉണ്ട്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രോട്ടോസോവൻസ് നോക്കുകയാണെങ്കിൽ ഇവരെന്താണ്, ഫ്രഷ് വാട്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, മറയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോയിസ്റ്റ് സോയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരെന്ന് പറയുമ്പോൾ ഇവർക്ക് സ്യൂഡോപോഡിയ പ്രസന്റ് ആണ്. സ്യൂഡോ എന്ന വാക്കിനർത്ഥം എന്താണ്, ഫോഴ്സ് എന്നാണ്. സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ ലെഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോഴ്സ് ലെഗ്, ഫോഴ്സ് ഫീറ്റ്. എന്താണ് ഈ ഫോഴ്സ് ഫീറ്റ് എന്ന് നമുക്ക് നോക്കാം. അത് ഈ സ്യൂഡോപോഡിയ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ഇത് ഫോഴ്സ് ആണ്. അപ്പൊ ഇവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇവരെ സ്യൂഡോപോഡിയ വെച്ചിട്ടുണ്ട് ഇവർ ഫുഡിന് അവിടെ അടുത്തുടങ്ങി ഇങ്ങനെ ഗ്യാദർ ചെയ്യും. അതേപോലെ തന്നെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, സ്യൂഡോപോഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്യൂഡോപോഡിയ പ്രസന്റഡ് ആയിട്ടുള്ള ആൾക്കാണ്, അമീബയിലാണ് ഈ സ്യൂഡോപോഡിയ പ്രസന്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അമീബോയ്ഡ് പ്രോട്ടോസോവൻസ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. മറയിൽ കാണുന്നു എന്ന് നമ്മൾ പറയുന്നു അല്ലെ. മറയിലുള്ളവരുടെ എന്താണ് ഉണ്ടാക്കിയ സെൽകൾ എന്താണ് പറയുക, സിലിക്ക ഷെല്ല്. ഓക്കെ, സിലിക്ക ഷെല്ല് കൊണ്ടാണ് ആ ഒരു സെല്ലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇവരെന്താണ്, പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ആളാണ് അല്ലെ. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെന്താണ്, ഹെറ്ററോട്രോഫ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു വന്നത് നോക്ക്, അത് ഫോട്ടോസിന്തസിസ് വന്നു. പിന്നെന്താണ്, രാത്രി ഒരു സ്വഭാവം പകലൊരു സ്വഭാവം ഉള്ളവരായി. പിന്നെന്താണ്, ചത്ത ചീഞ്ഞവർ കഴിക്കുന്നവരായി. പിന്നെന്താണ്, അപ്പൊ ചത്ത ചീഞ്ഞത് കഴിച്ചാലും മറ്റുള്ളവർക്ക് ഉപകാരം ആണല്ലേ, അതവർക്ക് പോകുന്നുണ്ടല്ലോ. പക്ഷെ ഇവരെന്താണ്, ഉപദ്രവിക്കുന്നവരാണ് ഇവർ വന്നല്ലേ, ഉപദ്രവകാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമീബോയ്ഡ് ആയത് എന്താണ്, ഉപദ്രവകാരി, പാരസൈറ്റ് ആണ്. എന്താണ്, ഏത് പാരസൈറ്റ് ആണ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന പാരസൈറ്റ് ആണ്. അമീബിയാസിസ് എന്ന് പറയുന്ന അസുഖം നമുക്ക് വരുത്തും അവര്. ഓക്കെ, സീലിയെയും ഫ്ലജല്ലയും ഒരുമിച്ച് പറയാന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് പറയുന്നത് ഒറ്റയടിക്ക് അതങ്ങോട്ട് പറയാന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ്, സീലിയേറ്റഡും ഫ്ലജല്ലേറ്റഡും ഉണ്ട്. ഞങ്ങൾ ഫ്ലജല്ലേറ്റഡും സീലിയേറ്റഡും ഇങ്ങനെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫ്ലജല്ലേറ്റഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീ ലിവിംഗ് ആണ്, പാരസൈറ്റും ഉണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് ജീവിക്കുന്നവരും ഉണ്ട്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബുദ്ധിമുട്ടിച്ചവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാരസൈറ്റ് ആണ്. അപ്പൊ ഒരു പാരസൈറ്റിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് ട്രിപ്പനോസോമ എന്ന് പറയും. അവരെന്താ സുഖം ഉണ്ടാക്കുന്നത്, സ്ലീപ്പിംഗ് സിക്നസ് പറയുന്ന അസുഖമാണ് എന്തുണ്ടാക്കുന്നത്, ട്രിപ്പനോസോമ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഫ്ലജല്ല പ്രസന്റഡ് ആണ്. നമ്മൾ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ത് ചെയ്യുന്നത്, ഇതിനെ പറയുന്നത്. ഞാൻ നമ്മുടെ സീരിയലിലേക്ക് വരികയാണെങ്കിൽ അക്വാട്ടിക് ആണ്, ആക്റ്റീവ്ലി മൂവിംഗ് ആണ്. എന്തുകൊണ്ട്, തൗസൻഡ്സ് ഓഫ് സീരിയൽസ് പ്രസന്റ് ആണ്. ഓക്കെ, എന്താണ്, ആയിരക്കണക്കിന് സീരിയൽസ് എന്തെങ്കിലും ഇവർക്ക് പ്രസന്റ് ആയതുകൊണ്ട് എന്താണ്, ഭയങ്കര ആക്റ്റീവ്ലി മൂവിംഗ് ആണ്. ഇവർക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്, ക്യാവിറ്റി ഒരു ഹോളോ സ്പേസ് ക്യാവിറ്റി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഗള്ളറ്റ് എന്നാണ്. ഈ ഗള്ളറ്റ് ഇവർക്ക് എന്താ ഫുഡ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയാണ് ഗള്ളറ്റ് ഉള്ളത്. ഈ ഒരു സീരിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ആണ്. അതായത് ഒരു കോർഡിനേഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് വർക്ക് പോലെയാണ് ഇവർ സീരിയയുടെ ഒരു മൂവ്മെന്റ് ഉള്ളത്. ആ ഒരു മൂവ്മെന്റ് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വാട്ടറിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്, ഫുഡ് ഇവർക്ക് അകത്തേക്ക് ഇങ്ങനെ കയറി വരാനും അത് സ്റ്റിർ ചെയ്ത് അതിന്റെ ഉള്ളിലോട്ട് നിൽക്കാനും അത് ഫുഡ് അവർ ഗ്യാദർ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റ് വെള്ളത്തിൽ കൂടെ പോകുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, പാരമേസിയമാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഫ്ലജല്ലേറ്റ്, സീലിയേറ്റഡ് ആണ്. നമുക്ക് ഓടിച്ചു നോക്കാം. ഫ്ലജല്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ലിവിംഗ് ആണെന്ന് പറഞ്ഞു, പാരസൈറ്റ് ആണെന്ന് പറഞ്ഞത്. ഫ്ലജല്ല പ്രസന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ വിളിക്കുന്നത്. സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത് അസുഖം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്, പാരസൈറ്റ് ആണെന്ന് പറഞ്ഞു. ഏതാണ് ആ പാരസൈറ്റ്, ട്രിപ്പനോസോമയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സീലിയേറ്റഡ് നോക്കുകയാണെങ്കിൽ എന്താണ്, അക്വാട്ടിക് ആയിട്ടുള്ള ആളാണ്. അക്വാട്ടിക്കിലാണ് നമുക്ക് കാണുന്നത്, അത് വാട്ടറിലാണ് കാണുന്നത്. ആക്റ്റീവ്ലി മൂവിംഗ് ആണ്. തൗസൻഡ്സ് ഓഫ് എന്ത് കാണുന്നുണ്ട്, സീലിയ പ്രസന്റഡ് ആണ്. ക്യാവിറ്റി ഉണ്ട്. അതിന് ഗള്ളറ്റ് ആണ്. കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഫുഡ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൂവ്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് പാരമേസിയമാണ്. നമ്മുടെ ഇതിനെ
ഒരാളെന്ന് പറയുന്നതാണ് സ്പോറോസോവൻസ് ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത്. അടുത്തതെന്ന് പറയുന്നതാണ് സ്പോറോസോവൻസ് ആണ്. ഈ പേരെങ്ങനെ വന്നു? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ ആണ് ഇവർ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസുഖം വരുന്നത്. ഏത് അസുഖമാണ് ഇവർ വരുന്നത്? മലേറിയ ആണ് ഇവർ വരുത്തുന്നത്. ഏത് അസുഖമാണ് ഇവർ വരുത്തുന്നത്? മലേറിയ ആണ് ഇവർ വരുത്തുന്നത്. അപ്പൊ എന്താണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ് പ്ലാസ്മോഡിയം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. സ്പോറോസോമിൽ പഠിക്കാനുള്ളത്. സ്പോറോസോം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള സ്പോർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്പോർ ലൈഫ് സൈക്കിളിലൂടെയാണ് ഇതിന്റെ ഇത് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സ്പോറോസോൺസ്. പേര് അവർക്ക് വന്നിട്ട് പ്ലാസ്മോഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പാരസൈറ്റ് എക്സാമ്പിൾ വരുന്നതാണ് മലേറിയ. മലേറിയ വരുന്ന പാരസൈറ്റ്. ഇവിടെ പ്ലാസ്മോഡിയം നമ്മൾ പറഞ്ഞു അല്ലെ? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗീതമായിട്ട് എന്ത് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങള് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്യുക. എന്നാലും എനിക്ക് മനസ്സിലാവുന്നത് എന്തോരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നും കൂടെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേൺ വിത്ത് മീ.